ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് മൺഡേ ആൻഡ് ഇന്ന് തിരുവാതിരയൊക്കെയാണ്, ഫുൾ മൂൺ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് എനർജീസ് എന്തായിരിക്കും നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഗൈഡൻസ്. ഓക്കെ, ഫുൾ മൂണിൻ്റെ കൂടെ എടുക്കായിരുന്നു, സാറില്ല. ഓക്കെ, ഇന്ന് നിങ്ങളുടെ ദിവസം എങ്ങനെ ഉണ്ടാവും നോക്കാം. ഈ ഫുൾ മൂൺ നിങ്ങളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന രീതിയിൽ നോക്കാം. ഓക്കെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫുൾ മൂണിൻ്റെ എനർജി എങ്ങനെ ഫീൽ ചെയ്യും? ഓക്കെ, ചിലവർക്ക് അത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഫീൽ. ഓക്കെ, ഫുൾ മൂണിൻ്റെ വീഡിയോസ് ഒക്കെ എൻ്റെ അടുത്ത് കാണാം, പ്ലേലിസ്റ്റ് പോയി നോക്കാം. ഓക്കെ, ചാനലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ഫുൾ മൂൺ വീഡിയോസ് കാണും. ഒരുപാട് റെമഡീസും കാര്യങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ട്. പ്ലീസ് അതൊക്കെ ഒന്ന് കാണാം. ഓക്കെ, പഴയ വീഡിയോസ് എല്ലാം പുതിയത് ഇടയിൽ ചെയ്ത് ഞാൻ ഫോൾഡറിലേക്ക് ആക്കിയിട്ടില്ല. ഓക്കെ, ചെയ്യാം. ഓക്കെ, ഫുൾ മൂൺ വീഡിയോസ് ഒക്കെ എടുത്ത് ഞാൻ ലിങ്ക് ഇവിടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാൻ ശ്രമിക്കാൻ താഴെ. ഓക്കെ, അത് കാണാം എല്ലാവരും. ഓക്കെ, റെമഡീസൊക്കെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇന്ന് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഇന്നത്തെ എനർജി എങ്ങനെയിരിക്കും നോക്കാം. ഫുൾ മൂൺ നിങ്ങൾക്ക് എന്താണ് കൊണ്ടുവരാൻ പോകുന്നത്? ഓക്കെ, ഒരു ലേശം കോൺഫ്ലിക്റ്റ് ഉള്ള ദിവസമാണ്. ഫുൾ മൂണിൻ്റെ എനർജീസ് പൊതുവെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഫുൾ മൂണിൻ്റെ എനർജി നിങ്ങളെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയാണ്. പ്രശ്നങ്ങളും കാര്യങ്ങളും വരാനുള്ള സാധ്യതയാണ്. അതെപ്പോഴും ഉള്ളത് തന്നെയാണ് അങ്ങനെ. ഓക്കെ, അത് ഒരു ഫുൾ മൂൺ ഹൈയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് എനർജീസ് ഉണ്ടാവും. അങ്ങനെ സാരില്ല. നമുക്ക് ഓക്കെ, വേറെന്താണ് അതിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക്? ഓക്കെ, ഗുഡ്. ഓക്കെ, ബട്ട് അതിൻ്റെ ഒപ്പം പുതിയ നല്ലതും വരുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയാം. വെയിറ്റിംഗ് എനർജി. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഇവിടെ ഒന്നാമത്തെ കാര്യം കാണുന്നത്, ഇവിടെ ഒരു പാസ്റ്റിനെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ലേശം ഒരു അപ്സെറ്റ് എന്ന് പറയുന്നില്ല, അപ്സെറ്റ് തന്നെയാണ്, വിഷമം തന്നെയാണ്. പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ഓർക്കാനുള്ള ഒരു മൂഡിലായിരിക്കും. നോസ്റ്റാൾജിയിൽ ഉണ്ടാവും. നോസ്റ്റാൾജിയ മാത്രമല്ല, ഐ തിങ്ക് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയത്, ഈവൻ മരിച്ചുപോയവരായാലും ശരി, വിട്ടുപോയവരായാലും ശരി, എന്തെങ്കിലും കാര്യങ്ങൾ പാസ്റ്റിൽ കഴിഞ്ഞത്, അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു വിഷമത്തിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ. ഓക്കെ, ആൻഡ് കുറച്ച് പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് തന്നെ ഐ തിങ്ക് ഒരു മനസ്സ് വല്ലാതെ ചഞ്ചലമാവുന്ന ഒരു ദിവസമാണ്. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് കോമ്പറ്റീഷൻ ഫൈറ്റ്സ് വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, ബട്ട് ഓവറോൾ എനർജി ഐ തിങ്ക് ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ ഇന്ന് കഴിയുമ്പോഴേക്കും, ഓക്കെ, നാളെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലത് വരുന്നുണ്ട്. എനിക്ക് ചില പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ്. ഇത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. ചിലവർ കുറച്ച് പേര് അഫക്റ്റ് ആവും. ഓക്കെ, കുറച്ച് പേര് മൂണിൻ്റെ എഫക്റ്റ് ആ ഒരു ഇതിൽ കുറച്ചൊന്ന് നൊസ്റ്റാൾജിയ കൂടുതൽ വരാനുള്ള സാധ്യതയാണ്. പക്ഷെ ഐ തിങ്ക് നിങ്ങൾ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് തന്നെ സ്വയം സ്റ്റേബിൾ ആവാനും നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് ഇവിടെ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും ഐ തിങ്ക് ഇന്നലത്തെ എനർജിയോ അത് തന്നെയായിരുന്നു. പാസ്റ്റിൽ ആരെങ്കിലുമായിട്ട് നിങ്ങൾ വഴക്കിട്ട് ആരെങ്കിലും ആയിട്ട് വീണ്ടും മെതിയിൽ വരാനുള്ള ഐ തിങ്ക് ഇന്നലെ 1-2 ദിവസത്തിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിരുന്നു. സോ അതേപോലത്തെ കാര്യങ്ങളാണ്. സോ മേ ബി അങ്ങനെ പാസ്റ്റിൽ ആരെങ്കിലുമായിട്ട് കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ബെറ്റർ ആവും എന്ന് പറയാം. ഓക്കെ, ആ രീതിക്കും ഉണ്ട്. പക്ഷെ ആ കോൺഫ്ലിക്ട്സ് ചില സമയത്ത് വരുന്നത് നമ്മുടെ ഉള്ളിലൊരു ട്രിഗർ ഉണ്ടാക്കുകയാണ്. ഓക്കെ, ട്രിഗർ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ശരിയാക്കാനുള്ള ഒരു അവസരമാണ് എന്നെടുക്കാം. ഓക്കെ, അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ ട്രിഗർ ആവുന്നത്, എന്താണ് നിങ്ങൾക്ക് ഈ ഓർമ്മ കൂടുതൽ വരുമ്പോൾ, അല്ലെങ്കിൽ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു സമയമാണ്. ആൻഡ് മേ ബി ചില സിറ്റുവേഷൻസ് ബെറ്റർ ആക്കാനുള്ള ഒരു സമയമായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു വിഷമവും കാര്യങ്ങളും നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആരെങ്കിലുമായിട്ട് മുൻപ് നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇല്ല ഇനി അതൊന്ന് സോൾവ് ചെയ്യാം എന്ന് തോന്നി മേ ബി നിങ്ങൾ തമ്മിലൊരു മെതിയിലേക്ക് വരുന്നതായിരിക്കാം. ഇതൊരു മാരേജിൻ്റെ കാര്യമാണ്, വീടിൻ്റെ കാര്യമാണ്, ഫാമിലി എല്ലാം പറയാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും പറയാം, ബെറ്റർ ആവുന്ന രീതിയിൽ പറയാം. ബിസിനസ് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്നതാണെങ്കിൽ എല്ലാം ഒരു സ്റ്റെബിലിറ്റി കുറച്ചുകൂടി നല്ലതാവും എന്നാണ് കാണുന്നത്. ഓക്കെ, സോ പാസ്റ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ റിസോൾവ് ആവും, ശരിയാവും, കാര്യങ്ങൾ ബെറ്റർ ആവും. ഓക്കെ, ബട്ട് ഇപ്പോഴത്തെ ഒരു എനർജി ഐ തിങ്ക് നിങ്ങൾ കൂടുതലും ആ ഒരു പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സാധ്യതയാണ്. പക്ഷെ അതിനെല്ലാം ഓവർകം ചെയ്യുന്നതും കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, ഓവർകം ചെയ്ത് നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതൊരു വെയിറ്റിംഗ് എനർജി ക്ലിയറിങ്. ഓക്കെ, യെസ്, കുറച്ചായിട്ട് ക്ലിയർ ആവാത്ത കാര്യങ്ങൾ നിങ്ങൾ എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അത് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. ഒരു പുതിയ ബിഗിനിങ് എന്ന് തന്നെയാണ്. ആ ബിഗിനിങ് എന്തിലും ആവാം. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ചിലവർ
ഓക്കെ, ഇത് വേറെ തരത്തിൽ പറയാം. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ലൈക്ക് സ്ഥലം മാറിയിട്ട് പോയി, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും സ്ഥലം മാറിയിട്ടുണ്ട് പുതിയതായിട്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പുതിയ സ്ഥലത്ത് ഫേസ് ചെയ്യുന്ന ചില ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളും ആയിരിക്കാം ചിലവർക്ക്. എനിക്കെന്തോ അങ്ങനെ തോന്നി, അതുകൊണ്ട് പറഞ്ഞു. അതുമൊക്കെ ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, നിങ്ങൾക്കൊരു ബെറ്റർ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാണും എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഗൈഡൻസ് ആയിട്ട് കുറച്ചുകൂടി തരാൻ പറ്റുമോ നോക്കാം. എന്തായാലും പാസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ഓർത്ത് കുറച്ച് വിഷമം തോന്നാനുള്ള ദിവസമാണ്. ബട്ട് അത് കഴിഞ്ഞത് ശരിയാവുകയും ചെയ്യും. ഓക്കെ, മേ ബി ബൈ ഈവനിങ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ, നാളെ രാവിലെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്രഷ് എനർജി ഫീൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, 3 of Pentacles ഞാൻ നടത്തേ. ഓക്കെ, കോൺഫ്ലിക്ട്സ് അഗെയിൻ സെയിം തിങ്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. അതിനെ നിങ്ങൾ റിസോൾവ് ചെയ്യും. അതുതന്നെയാണ് മെയിനായിട്ട്. ഓക്കെ, പക്ഷേ പ്രശ്നം വരാതെ ശ്രദ്ധിക്കുക അന്നത്തെ ദിവസം പ്രത്യേകിച്ചും. ഓക്കെ, അത് വരും. കാരണം അത് അങ്ങനെയാണ്, ഈ എനർജി അങ്ങനെയാണ്, ട്രിഗർ ചെയ്യും. നിങ്ങളെ മാത്രമല്ല മറ്റേ പേഴ്സൺസിനെയും ട്രിഗർ ചെയ്യും, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെയും ട്രിഗർ ചെയ്യും, ഫാമിലി ആയാലും എല്ലാം. ഓക്കെ, ഫാമിലിയിലും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ലേശം ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രോബ്ലം സോൾവ് ആവും എന്നും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് നമ്മൾ ഒരു ശരിയാക്കുന്ന പോലെയാണ്. അത് ഓക്കെ ആവും, കുഴപ്പമില്ല. ബട്ട് ആ ഒരു ട്രിഗറും വരാനുള്ള സാധ്യതയാണ്. സോ നിങ്ങളുടെ ദേഷ്യമോ വലുതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ആരോടെങ്കിലും ഇറിറ്റേഷനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുക. സമാധാനമായിട്ട് ഇരിക്കുക അന്നത്തെ ദിവസം. ഓക്കെ, ഞാൻ അഡ്വൈസ് എടുക്കാം. ഫുൾ മൂണ്ട് എനർജി അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ആക്ടിവിറ്റീസ് ചെയ്യാം. ഞാൻ കുറേ ആക്ടിവിറ്റീസ് നമ്മുടെ അതിലൊക്കെ ഉണ്ടാവുന്നിടത്ത് ഒക്കെ ചെയ്യാം. പിന്നെ തിരുവാതിരയൊക്കെയാണ്. നിങ്ങൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഒന്ന് ദിവസം സമാധാനമായിട്ട് പ്രാർത്ഥന അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ സമയം ഇരിക്കാം. ഓക്കെ, ആൻഡ് ആൻസേഴ്സ്. ഓക്കെ, പ്രൊട്ടക്ഷൻ, കോൺഫിഡൻസ് ആൻഡ് ഗ്രീവിങ്. ഇതും നേരത്തെ കണ്ട. ഓക്കെ, ക്ലോഷർ. ഓക്കെ, കറേജ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി, അല്ലെങ്കിൽ വിട്ടുപോയി, മാറിപ്പോയി, സ്ഥലം മാറിപ്പോയി, അല്ലെങ്കിൽ ദൂരെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഷഫിൾ ചെയ്തോ അല്ല. സോ ഈ ഒരു കാർഡ്. ഓക്കെ, ഏതാണ് നമ്മളൊരു തരത്തിൽ നമ്മൾ പറഞ്ഞാൽ ഒരു ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയതായിരിക്കാം. ഓക്കെ, മൂവ് ഓൺ ചെയ്തു പോയതായിരിക്കാം. അതിൻ്റെ ഒരു വിഷമം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ആ ഒരു പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചൊരു വിഷമം, അതിന് നിങ്ങൾക്കൊരു ആൻസർ കിട്ടും. ഓക്കെ, അതായത് ആ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി വന്ന് നിങ്ങൾക്കതൊന്ന് ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ പുതിയതായിട്ട് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. രണ്ടും ഉണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ചില ട്രിഗേഴ്സ് നമുക്ക് മേലേക്ക് വരുന്നത്. ചില കാര്യങ്ങൾ നമ്മളൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു അത്. അപ്പോൾ നിങ്ങൾ ആരോടെയും ഫൈറ്റ് വന്നാൽ ടെൻഷനൊന്നും വേണ്ട. ആ ഫൈറ്റ് എപ്പോഴും ഇപ്പോൾ ആരോടെങ്കിലും നമ്മൾ കോൺഫ്ലിക്റ്റ് ആയാൽ ആ കോൺഫ്ലിക്റ്റ് കൊണ്ട് ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ നല്ലതാവും, അല്ലെങ്കിൽ അത് നമ്മളെ വിട്ടുപോകും, എല്ലാവരുടെയും വിട്ടുപോകും. അങ്ങനെ ആയിരിക്കും. ഓക്കെ, എന്തായാലും ഒരു കാര്യങ്ങൾ കുറച്ച് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഇവിടെ ക്ലോഷർ കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളെ വിട്ട് മേ ബി നിങ്ങളായിരിക്കാം മൂവ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ തീരുമാനിക്കും ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ട് മാറിപ്പോവാൻ. അതും ഇതുമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം നമുക്ക്. അതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവും നിങ്ങൾക്ക്. ഓക്കെ, വിട്ട് മാറി പോകുന്നതിൻ്റെ സങ്കടം നിങ്ങൾക്ക് ഉണ്ടാവാം. ചിലപ്പോൾ സ്ഥലം മാറി പോകുന്നതായിരിക്കാം, ജോലി മാറി പോകുന്നതായിരിക്കാം, എന്തുമാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ചിലപ്പോൾ അകലാൻ തീരുമാനിക്കുന്നതായിരിക്കാം, എന്തും ആവാം. സോ ആ കാര്യം ഐ തിങ്ക് ഇവിടെ ഒരു ചില ക്ലോഷേഴ്സ് കാണുന്നുണ്ട്. ചിലത് നമ്മൾ അവസാനിപ്പിക്കുന്നു, ചിലത് പുതിയ തുടങ്ങാൻ പോകുന്നു. ഓക്കെ, അതിനിവിടെ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുന്ന കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് ആൻസേഴ്സ് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് പ്രൊട്ടക്ഷൻ. യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ടെൻഷൻ വേണ്ട. ഓക്കെ, എന്ത് തന്നെ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നാലും ഓക്കെ, യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ആൻഡ് കോൺഫിഡൻസോടെ നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, ലൈഫിൽ പലതും വരും, അപ്പ് ആൻഡ് ഡൗൺ വന്നുകൊണ്ടിരിക്കും. ഗ്രീവിങ് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീവിങ് ആൻഡ് ക്ലോഷർ, സെയിം കാർഡ്സ് മൂവ് ഓൺ ചെയ്യുന്നതായിട്ട്. ഓക്കെ, അതായത് നിങ്ങൾ എന്തെങ്കിലും വിട്ടുമാറി പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയി, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, അതിനെ വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ആണ്. അത് നിങ്ങളെ യൂണിവേഴ്സ് പ്രൊട്ടക്ട് ചെയ്താണ് എന്നെടുക്കാം. ഓക്കെ, നിങ്ങൾ ധൈര്യം വെച്ച് കോൺഫിഡൻസും ഉണ്ട്, കറേജും ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസോടെ മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള നല്ലത് യൂണിവേഴ്സ് തരും എപ്പോഴും. ഓക്കെ, അത് നിങ്ങൾ പേടിക്കുക വേണ്ട. നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചിലത് നിങ്ങൾക്ക് നല്ലതിനാണ്. ഓക്കെ, സോ അത് വിട്ട് കളഞ്ഞേക്കുക, ലെറ്റ് ഗോ ചെയ്യുക, സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിന്, പ്രാർത്ഥിക്കുക നന്നായിട്ട്. ആൻഡ് വേറെന്തോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ചിലത് നിങ്ങൾക്ക് അങ്ങനെ പാസ്റ്റിൽ വേദനിപ്പിച്ച കാര്യങ്ങൾ ചിലത് നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചു വന്ന് നിങ്ങൾ സംസാരിച്ച് ഒരു ക്ലാരിറ്റി കിട്ടി, ചിലത് ശരിയാവാനും സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയും ചില കാര്യങ്ങളൊക്കെ ആവും. ചിലത് വിട്ടുപോകുന്നത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തേക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരുപാട് പേര് കാണുന്നല്ലേ. ഓക്കെ, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. ഓക്കെ, ഒരുപാട് വിഷമിച്ച് മാത്രമേ ഇരിക്കരുത് എപ്പോഴും. ഓക്കെ, ഈ ഒരു എനർജിയിൽ നിങ്ങൾ ഇരിക്കാതിരിക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ പുതിയ തുടക്കങ്ങൾ വരുന്നുണ്ടെന്ന് കണ്ടു അല്ലേ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.